സദൃശ്യവാക്യങ്ങൾ 26-23. സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. പുറമേ സ്നേഹം നടിച്ചുകൊണ്ട് ഉള്ളിൽ ദുഷ്ടതയും ചതിവും സൂക്ഷിക്കുന്ന കപടഭക്തിയെയാണ് ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത്. വില കുറഞ്ഞ മൺപാത്രത്തെ വെള്ളി പൂശി മനോഹരമാക്കിയാലും അതിനകത്തുള്ള മണ്ണിന് യാതൊരു മാറ്റവുമില്ലാതെ ഇരിക്കുന്നത് പോലെ നാം എത്ര മധുരവാക്ക് പറഞ്ഞാലും അകത്ത് ദുഷ്ടതയാണെങ്കിൽ അത് കാപട്യമായി മാറുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ചുറ്റും ധാരാളം കാണാം. പുറമേ സ്നേഹം കാണിക്കുകയും ഉള്ളിൽ പകയും ചതിവും വെച്ചു പുലർത്തുന്ന അവസ്ഥ. ഇങ്ങനെയുള്ളവരെ വെള്ള തേച്ച ശവക്കല്ലറകളോട് യേശു കർത്താവ് തന്നെ തുലനം ചെയ്തിരിക്കുന്നു. മത്തായി 23:27 കപടഭക്തിക്കാരെ എന്നാണ് ഇങ്ങനെയുള്ളവരെ വിളിച്ചിരിക്കുന്നത് കർത്താവ്. പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഇക്കൂട്ടർ എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. പുറമേ നാം എങ്ങനെ ആയിരിക്കുന്നു എന്നതിനേക്കാൾ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തെ ഗൂഢമനുഷ്യൻ എങ്ങനെയായിരിക്കുന്നു എന്നതാണ്. യേശുക്രിസ്തു ജനത്തെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹം കലർപ്പില്ലാത്തതായിരുന്നു, നിഷ്കളങ്കവും പക്ഷപാതരഹിതവുമായ സ്നേഹം. നാം അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പുറമേ ചിരിയും സ്നേഹപ്രകടനങ്ങളും അകമേ അസൂയയും ചതിവും വഞ്ചനയും ഒന്നും ആയിരിക്കരുത് ഒരു ദൈവപൈതലിൻ്റെ ഹൃദയത്തിലെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 11:39 കർത്താവ് അവരോട്, പരീശന്മാരായ നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പുറമേ ഉള്ളത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ശുദ്ധീകരിക്കണമെന്ന് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 22:48 യേശു അവനോട്, യൂദായെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. യൂദാ എത്ര തന്ത്രപരമായാണ് തൻ്റെ ചതി വെളിപ്പെടുത്തിയത്. സ്നേഹത്തിൻ്റെ ഉത്തമ പ്രകടനമായ ചുംബനത്തിലൂടെ ഹൃദയത്തിനകത്തെ ചതിയെ വെളിപ്പെടുത്തി. കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും ഇപ്രകാരമാണ് യൂദാ പ്രവർത്തിച്ചത് എങ്കിൽ സാധാരണക്കാരായ മനുഷ്യർ നമ്മോട് ഇതിലും എത്രയധികമായി ഇടപെടുവാൻ സാധ്യതയുണ്ട്. യിരെമ്യാവ് 9:8 വായികൊണ്ട് ഓരോരുത്തനും താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു എന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിരിക്കുന്നു. നമുക്കൊരിക്കലും ഇങ്ങനെ കാപട്യമുള്ളവരാകാതിരിക്കാം. ദൈവസന്നിധിയിൽ ഹൃദയശുദ്ധിയോടെ തന്നെ നമുക്കായിരിക്കാൻ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു എങ്ങനെ അകത്തും പുറത്തും ഒരേപോലെ ആയിരുന്നോ അപ്രകാരം നമുക്കായിരിക്കാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളുടെ ഹൃദയവും പുറമേയുള്ള സംസാരവും പ്രകടവും ഒക്കെ കുറ്റമറ്റതായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.